ശ്രീമതി മിലു മരിയ ആൻറ്റോ, ഈ എങ്ങനെയാണ് കുട്ടികൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോഴൊക്കെ പലരും പറയുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങളെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ നീതിബോധം അനുസരിച്ചോ അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചോ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നിലവിലുള്ളവർക്കില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ശരിയാണ്, കൃത്യമായ കൗൺസിലിങ്ങിനുള്ള സംവിധാനമുണ്ട്. ആ വഴി നേരത്തെ ഡോക്ടർ ദാമോദർ പ്രസാദ് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ലഹരി എന്ന് പറയുന്നത് കുറച്ചുകൂടി പേടിപ്പിക്കുന്ന ഒന്നാണ്. അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന്, എനിക്കൊരു പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നത് പോലെ വളരെ സ്വാതന്ത്ര്യബോധത്തോടെ ആരും വെളിപ്പെടുത്തില്ല. ഇനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒറ്റുകൊടുക്കലാണോ എന്ന് പോലും ചിന്തിക്കുന്നുണ്ടാവും വിദ്യാർത്ഥികൾ. അപ്പോൾ അങ്ങനെ ഒരു 1000 കുട്ടികൾക്കൊരാൾ എന്ന നിലയ്ക്ക് ഒരു കൗൺസിലർ വിദ്യാഭ്യാസ സംവിധാനത്തിനുള്ളിൽ ഉണ്ട് എങ്കിൽ പരിഹരിക്കപ്പെടുകയോ തിരിച്ചറിയപ്പെടുകയോ ചെയ്യുന്ന ഒന്നല്ല ഇത്. പക്ഷേ എത്ര പേരെ നമുക്ക് നിയോഗിക്കാൻ കഴിയും? അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ കാര്യക്ഷമമായി അഡ്രസ്സ് ചെയ്യുക? ഇപ്പോൾ കണ്ടുവരുന്നത് നമ്മൾ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പലപ്പോഴും വിദ്യാർത്ഥികളോട് ഇടപഴകുന്നതും അവർക്ക് അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓപ്പൺ ആയിട്ടുള്ള സംവാദങ്ങൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് പല കുട്ടികൾക്കും ഓപ്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവിടെ കൗൺസിലർ ഉണ്ട്. എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഒരു വിദ്യാലയത്തിൽ ഇതുപോലെ തന്നെ നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ടല്ല, കുട്ടികളുടെ മാനസിക സമ്മർദ്ദങ്ങൾ തന്നെയാണല്ലോ ഒരു പരിധിവരെ ലഹരിയിലേക്കൊക്കെ എത്തിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ആത്മഹത്യാ പ്രവണതകളും ആത്മഹത്യകളൊക്കെ നടന്ന ഒരു സാഹചര്യത്തിൽ ഒരു വിദ്യാലയം ഇതുപോലെ തന്നെ ഞങ്ങളൊരു ടീമായിട്ട് സന്ദർശിക്കുകയുണ്ടായി. അവിടെ പോയി നമ്മൾ കുട്ടികൾക്ക് കുറച്ച് അവയർനെസ്സിനേക്കാൾ കൂടുതൽ കുറച്ച് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് പിയർ കൗൺസിലിംഗ് എന്നുള്ള സംവിധാനത്തിലേക്കൊക്കെയുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ആ സ്കൂളിന് കൃത്യമായിട്ടൊരു കൗൺസിലർ ഉണ്ട്, അവരെ നമ്മൾ ഈ ടീമിലേക്ക് വെച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അധ്യാപകരെയും ഒക്കെ വെച്ച് നമ്മളൊരു സംവിധാനം ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷേ നമ്മളെ ദുഃഖിപ്പിച്ച ഘടകം എന്ന് വെച്ചാൽ, ഒരുപാട് കുട്ടികൾ ആ സമയത്ത് നമ്മളോട് ഇതുപോലുള്ള സമ്മർദ്ദങ്ങൾ ഷെയർ ചെയ്തിരുന്നു. ഒപ്പം തന്നെ ആത്മഹത്യയ്ക്ക് അറ്റംപ്റ്റ് ചെയ്തവരുണ്ട്, അതിനകത്ത് ആത്മഹത്യാ പ്രവണതകളുണ്ട്, ലഹരിയുടെ ഉപയോഗത്തിലേക്ക് പോയ വിദ്യാർത്ഥികളുണ്ട്. ഇതൊക്കെ നമ്മളോട് വളരെ പേഴ്സണൽ സെറ്റിങ്ങിൽ അവർ നമ്മളോട് തുറന്നു പറയാൻ സന്നദ്ധരായിട്ടുണ്ട് പല കുട്ടികളെന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അവരെ കേൾക്കാൻ വ്യക്തികൾ വേണം. പക്ഷേ ഇതിൽ നമ്മളെ വിഷമിപ്പിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ, സ്കൂളുകൾ പലപ്പോഴും പാഠഭാഗങ്ങൾ തീർക്കാനുള്ള തത്രപ്പാടിലാണ്. വിദ്യാർത്ഥികളെ കേൾക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു കായികമായിട്ടുള്ള ഓപ്പണിംഗ് കൊടുക്കാനോ സംവാദത്തിനുള്ള ഓപ്പണിംഗ് കൊടുക്കാനോ ഒന്നും പലപ്പോഴും തയ്യാറാവുന്നില്ല. മാത്രമല്ല, പല സ്കൂളുകളിലും നിയോഗിക്കപ്പെട്ട കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല ആ സ്കൂളുകൾ അവരെ ഉപയോഗപ്പെടുത്തുന്നത്. പല ക്ലറിക്കൽ വർക്കുകളും ഈ കൗൺസിലേഴ്സ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഞാൻ വ്യാപകമായി അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം. അപ്പോൾ മാനസികാരോഗ്യത്തിന് നിയോഗിക്കപ്പെട്ട വ്യക്തി സ്കൂളിലെ ബാക്കിയുള്ള വർക്കുകളും ചെയ്ത് ഇത് ചെയ്യാൻ നേരമില്ല മാഡം എന്ന് നമ്മളോട് പറയുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുക. വിദ്യാർത്ഥികൾ തന്നെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടായി. പലപ്പോഴും നമ്മൾ ഏർപ്പെടുത്തിയ സംവിധാനം പിയർ കൗൺസിലിംഗ്, ഒരു സഹപാഠിക്ക് പെട്ടെന്ന് ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റും. അധ്യാപകർക്ക് അത്ര സമയം കിട്ടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പം അങ്ങനെ പിയർ കൗൺസിലിംഗ് എന്നുള്ള സംവിധാനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ പറയാണ്, ഇതൊക്കെ 2 ദിവസം ഉണ്ടാവും മാഡം, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നീട് നമ്മൾ പല സ്കൂളുകളെയും കോൺടാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഞങ്ങളുടെ പാഠഭാഗങ്ങൾ തീർന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ഫോളോ അപ്പുകൾക്കൊന്നും അവിടെ ഇടയില്ല, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എക്സാമിന് കുട്ടികളെ ഒരുക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ സയൻസ് എല്ലാം കുട്ടി പഠിക്കുന്നു. പക്ഷേ റെസ്പോൺസിബിൾ സിറ്റിസൺ ആവാൻ ഏത് വിദ്യാലയത്തിലാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്? നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. പലരും പറഞ്ഞ പോയിന്റുകൾ ഞാൻ സംഗ്രഹിച്ച് പറയാണ്. പ്രൈമറി പ്രിവെൻഷൻ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂളുകളിൽ പാഠഭാഗങ്ങൾ വേണം, പക്ഷേ ഒപ്പം തന്നെ റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, അതായത് അസേർട്ടീവ്നെസ് സ്കിൽ. ഒരാൾ വെച്ച് നീട്ടുന്ന ലഹരി വേണ്ട എന്ന് പറയുന്നത് അസേർട്ടീവ്നെസ് ആണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത് എത്ര കുട്ടികൾ പറയും? പ്രധാനമാണ്. അധ്യാപകർക്ക് ഉള്ള മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, അധ്യാപകർക്ക് ട്രെയിനിങ് വേണം, അധ്യാപകർക്ക് പരിശീലനം വേണം, കാലാനുസൃതമായ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ. പക്ഷേ ട്രെയിനിങ് ആണ് എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്രൂപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികൾ എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ കൂടെ പാഠ്യഭാഗം തീർക്കുക എന്നതിനപ്പുറത്ത് കുഞ്ഞുങ്ങളെ നേരിട്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം അധ്യാപകർക്കും ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതൊരു സംശയം കൂടിയാണ്.